തോപ്പുമണി അലക്സാണ്ടർ പറമ്പിത്തറ പാലത്തിന് സമീപമുള്ള ഭൂമിയിൽ അനധികൃതമായി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതായി പരാതി. ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലെ നിർമ്മാണ സൈറ്റുകളിൽ നിന്നുള്ള പൈലിംഗ് ചെളി ലോഡ് കണക്കിന് വാഹനങ്ങളിലെത്തിച്ച് നിക്ഷേപിക്കുന്നത് മൂലം വേലിയേറ്റ ദുരിതവും എക്കലടിന് മത്സ്യസമ്പത്തിനെ ഇത് സാരമായി ബാധിക്കാനും സാധ്യതയുണ്ടെന്ന് ഡിവിഷൻ കൗൺസിലർ ടിബിൻ ദേവസി മെട്രോ 7 ന്യൂസിനോട്. മെട്രോ 7 ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി. കായലിന്റെ സംരക്ഷകരാകേണ്ടവർ കായലിന്റെ അന്തകരാകുന്നു. വേമ്പനാട്ട് കായലിന്റെ ആഴം കുറയുന്നത് മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വലുതാണ്. കായലിൽ നിന്ന് ജലം കയറി തീരദേശവാസികളാകെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ പ്രദേശത്ത്, പ്രത്യേകിച്ച് അലക്സാണ്ടർ പറമ്പിത്തറ പാലത്തിന് സമീപത്തായി നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലങ്ങളിലെ ചെളി കൊണ്ടുവന്ന് അടിച്ച് അത് കായലിലേക്ക് ഒഴുകി കായൽ നികർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളെയും തീരദേശവാസികളെയും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കുവാൻ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നുള്ള പരാതിയാണ് നിലനിൽക്കുന്നത്. ഏത് മുതലാളി? അടുത്ത മുതലാളി ചേട്ടാ പേപ്പർ കാണിക്കും. അപ്പൊ ചേട്ടൻ ഇപ്പൊ പറഞ്ഞ ആദ്യമായിട്ടാ വന്നപ്പോ രണ്ടാമത്തെ പ്രാവശ്യം. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ അലക്സാണ്ടർ പറമ്പിത്തറ പാലത്തിന് സമീപമുള്ള ഭൂമിയിൽ എറണാകുളം ജില്ലയിലെ വിവിധ നിർമ്മാണ സൈറ്റുകളിൽ നിന്നുള്ള ലോഡ് കണക്കിന് പൈലിംഗ് മാലിന്യങ്ങളാണ് നിക്ഷേപിക്കുന്നത്. ഈ മാലിന്യങ്ങൾ കരയിൽ നിന്ന് കായലിലേക്കൊഴുകി കായലിന്റെ ആഴം കുറയുന്നതിന് കാരണമാകുന്നു. ദേശീയ ജലപാതയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരം അനധികൃത മാലിന്യ നിക്ഷേപം നടക്കുന്നത്. ആവശ്യമായ രേഖകളോ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെയോ മറ്റ് അധികാരികളുടെയോ അനുവാദമില്ലാതെയാണ് അനധികൃതമായി ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. സ്ഥലം കൗൺസിലർ പറഞ്ഞു. കൊച്ചിൻ പോർട്ടിന്റെ സ്ഥലത്ത് വളരെ അനധികൃതമായിട്ട് ഇതേപോലെ കുറുക്കച്ചെളികൾ ഓരോ സൈറ്റിൽ നിന്നും കൊണ്ടുവന്നിട്ട് അടിക്കുന്നതാണ്. ഈ കുറുക്കച്ചെളികൾ അടിച്ചടിച്ചടിച്ച് ഓരോ ഭാഗങ്ങളും നികന്നു ഇപ്പം ആ കുറുക്കച്ചെളികൾ അടിച്ച് ഈ തോട്ടിലേക്ക്, അതായത് വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഇവർക്ക് പരമ്പരാഗതമായിട്ട് മത്സ്യത്തൊഴിലാളികളാണ് ഇവർക്ക് മത്സ്യബന്ധനം നടത്താൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ കൗൺസിലർ എന്ന നിലയിൽ എന്നെ വിളിച്ചു. ഞാൻ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വന്നതിന് ശേഷം 3 വണ്ടികൾ ഇവിടെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഈ മാലിന്യങ്ങൾ നേരിട്ട് കായലിലേക്ക് ഒഴുകുന്നത് മൂലം കായലിന്റെ ആഴം കുറഞ്ഞ് മത്സ്യസമ്പത്തുകൾ ഇല്ലാതാവുകയും മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലാവുകയും ചെയ്യും. കൂടാതെ കായൽ ജലം കരയിലേക്ക് കയറി വേലിയേറ്റ ദുരിതവും ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. ഈ സാഹചര്യത്തിൽ അധികാരികളുടെ അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ഡിവിഷൻ കൗൺസിലർ ടിബിൻ ദേവസി മെട്രോ 7 ന്യൂസിനോട് പറഞ്ഞു. ഇവര് അടിക്കാനുള്ള ഒത്താശ ആരാണ് ഒന്ന് ചെയ്തു കൊടുത്തത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അടിച്ചത്? വല്ല രേഖകളുടെ അടിസ്ഥാനമുണ്ടോ? എല്ലാ കാര്യങ്ങളും എല്ലാം ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം. ഇവർ ചോദിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവരുടെ യാതൊരുവിധ പേപ്പറും കാര്യങ്ങളും ഒന്നുമില്ല. അനധികൃതമായിട്ടാണ് ഇങ്ങനെ നികത്തി പോകുന്നതാണ് സംസാരിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള രേഖകളുമില്ലാതെയാണ് ഈ പ്രദേശങ്ങളിൽ നിർമ്മാണ സ്ഥലങ്ങളിലെ, എറണാകുളം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന നിർമ്മാണ സൈറ്റുകളിലെ ചെളി കൊണ്ടുവന്നടിച്ച് ജനങ്ങൾക്കും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്കും ദുരിതം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കുവാനായി പലപ്പോഴും അധികാരികൾ തയ്യാറാകുന്നില്ല, നടപടികൾ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നില്ല. ഇത് സമീപ ഭാവിയിൽ വേമ്പനാട്ട് കായലിൻ്റെ ആഴം കുറയുവാനും മത്സ്യസമ്പത്ത് കുറയുവാനും ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതചര്യക്ക് തന്നെ മാറ്റമുണ്ടാക്കുവാനും സാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. കായലിൽ നിന്ന് ജലം കരയിലേക്ക് കയറി വീടുകളിൽ കിടന്ന് ഉറങ്ങുവാൻ സാധിക്കാത്ത അവസ്ഥയിലേക്കും എത്തിയിരിക്കുന്നു. ഈ നാട് വിട്ടു പോകേണ്ട അവസ്ഥയിലാണ് ഇന്ന് ജനം. മാറ്റമുണ്ടാകണം, അധികാരികൾ ശ്രദ്ധിക്കണം. ക്യാമറമാൻ സിമുലേഷനൊപ്പം കൊച്ചിയിൽ നിന്നും റിഡ്ജൻ റബല്ലോ. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.